അവർക്ക് നബിയേ ഫമാദാ ഖൂൽ, ഞാൻ എന്താണ് അതിനു വേണ്ടി പറയേണ്ടത്? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയേ. ഇസ്ലാമിലേക്കുള്ള വരവായിരുന്നു അത്. 7 ദൈവങ്ങളിൽ 6 മാറ്റിവെച്ച് ഒരേ ഒരുത്തനായ അള്ളാഹുവിനെ സ്വീകരിച്ച് ഹുസൈൻ ഇബ്നു ഉബൈദുൽ ഖുസാഇ റളിയല്ലാഹു തആല അൻഹു ദീനിലേക്ക് കടന്നു വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് യൂനുസ് ഇബ്നു മത്താ എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ പ്രവാചക പരമ്പരയിലെ സുഹൃത്ത്, നബിതങ്ങളുടെ അഖും ഫിൽ അംബിയാ യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം, ഇറാഖിലെ നീനവായിൽ വന്ന പ്രവാചകൻ. ആ പ്രവാചകനെ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചമല്ലയോ? വനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ത്വായിഫിലേക്ക് നബിതങ്ങൾ ചെന്നപ്പോ അവിടെ അദ്ദാസ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ കണ്ടിട്ടുണ്ട്. സ്വഹാബിയല്ല, അന്ന് അദ്ദേഹം ഒരു അടിമയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അവരെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചപ്പോ നബിതങ്ങൾക്ക് തിന്നാനുള്ള മുന്തിരി കൊണ്ടുകൊടുത്ത് നബിതങ്ങൾ അത് ആരുടേതാണെന്ന് ചോദിച്ച് പൊരുത്തമുള്ളതെന്നോ എന്ന് ഉറപ്പുവരുത്തി മുത്തനബിതങ്ങൾ ആ മുന്തിരി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഭക്ഷിക്കുന്നു. ഇത് പറഞ്ഞപ്പോ അദ്ദാസ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഇങ്ങനെ ആരും ഇവിടെ പറയാറില്ലല്ലോ ഭക്ഷണം കഴിക്കുമ്പോ. മുത്തനബിതങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, എനിക്ക് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ, ഞാൻ അന്ത്യപ്രവാചകനാണ്. അദ്ദാസ് എന്നവരോട് നബി ഞങ്ങൾ ചോദിച്ചു, പേരെന്താണ്? അദ്ദാസ്. നാടെവിടെയാണ്? ഇറാഖിലെ നീനവായിലാണോ? നീനവ യൂനുസ് ഇബ്നു മത്തായുടെ, യൂനുസ് നബിയുടെ നാടായ നീനവക്കാരനോ? ത്വായിഫുകാരനായ ത്വായിഫിൽ ജോലി ചെയ്യുന്ന അദ്ദാസ് എന്നവരെ ചോദിച്ചു, അല്ല മുഹമ്മദ് നബിയെ, ഇറാഖിൽ കിടക്കുന്ന നീനവായുടെ കഥ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ യൂനുസ് ഇബ്നു മത്താ എന്റെ പ്രവാചക കുടുംബത്തിലെ സഹോദരനാണ്. യൂനുസ് നബിയുടെ പിന്മുറക്കാരായി അന്ത്യപ്രവാചകരായി വന്ന നബിയാണ് ഞാൻ. ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. യൂനുസ് ഇബ്നു മത്താ പ്രവാചകൻ ഇറാഖിൽ നിന്ന് കപ്പൽ കയറിയിട്ട് മെഡിറ്ററേനിയൻ കടലിലോ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലോ രണ്ടാലൊരിടത്ത് ആ കപ്പലിൽ നിന്ന് മഹാനവറുകളെ പുറത്തേക്ക് എറിയുന്ന ചരിത്രം നമുക്കറിയാം. സമുദ്രത്തിന്റെ ഉള്ള്, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ള്, അതും അംബർ, ഹൂത്തുൽ അംബർ എന്ന് പറയുന്ന ആംബർ വെയിൽ എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു തിമിംഗലമുണ്ട്. മനുഷ്യനെ വിഴുങ്ങാൻ കഴിയുന്ന തൊണ്ടയുടെ വലുപ്പമുള്ളത് ആംബർ വെയിലുകൾക്കാണ്. ആ ആംബർ വെയിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങിയെടുത്ത് മത്സ്യത്തിന്റെ വയറിന്റെ സങ്കുചിതത്വത്തിൽ ഇരുട്ടിന്റെ ഉള്ളിൽ വനാദാ ഫിൽ ളുലുമാത്, ഇരുളുകളുടെ മടമടക്കുകൾക്കുള്ളിൽ നിന്ന് മഹാനായ പ്രവാചകൻ ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സർവേശ്വരനായ അല്ലാഹുവേ, ആരാധനക്കർഹനായിട്ട് നീയല്ലാതെ മറ്റാരുമില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ മുഴങ്ങിയപ്പോഴാണ് അള്ളാഹു മത്സ്യത്തോട് കടൽക്കരയിൽ വന്ന് ഛർദ്ദിക്കാൻ പറയുന്നത്. പ്രവാചകൻ നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അസ്വാബഹു ഹമ്മുൻ ഔ ഗമ്മുൻ ഫഖാൽ, ആർക്കെങ്കിലും കനത്ത ദുഃഖമോ ഭാരമേറിയ സങ്കടമോ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മനസ്സുറപ്പിച്ച് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുച്ചരിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ദീഖിൻ മഖ്റജ. അവർക്ക് അല്ലാഹു പ്രയാസങ്ങളിൽ നിന്ന് മോചനവും ദുഃഖങ്ങളിൽ നിന്ന് അല്ലാഹു സങ്കടം കൊണ്ട് അല്ലാഹു സങ്കടങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള വഴിയും അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇത് ആത്മിക സദസ്സാണ്. അള്ളാഹുവിന്റെ ദിക്റിലൂടെയും അവനെ ഓർക്കുന്നതിലൂടെ മാത്രമല്ലേ സമാധാനം ലഭിക്കൂ. സമ്പത്ത് കൊണ്ട് നമുക്ക് വാങ്ങിച്ചു കൂട്ടാവുന്നതൊക്കെ വാങ്ങിക്കാം, സമാധാനം കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിനെ ഓർക്കാത്തവർക്ക് സമാധാനമില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചമില്ലാത്തവർക്ക് എന്ത് സമാധാനം? ലോകത്ത് പോകേണ്ടിടത്തൊക്കെ അവർക്ക് ടൂർ പോകാം, ഏറ്റവും നല്ല മനോഹരമായ റിസോർട്ടുകളിൽ അവർക്ക് പോയി താമസിക്കാം. പക്ഷേ മനസ്സമാധാനം എന്നൊരു സംഗതി അതുമാത്രം അവർക്ക് ലഭിക്കുകയില്ല. എന്തെല്ലാം സമ്പത്ത് ചെലവഴിച്ചാലും അതുമാത്രം എന്തുകൊണ്ട് ലഭിക്കില്ല? ആത്മാവിനെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചവൻ അല്ലാഹുവാണ്. ഈ ആത്മാവ് എന്റെ റബ്ബിന്റെ സവിശേഷമായ സൃഷ്ടിയാണ്. ആ ആത്മാവിന്റെ ഭക്ഷണം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. ആ ഓർമ്മയില്ലെങ്കിൽ എങ്ങനെ മനുഷ്യ മനസ്സിന് സമാധാനമുണ്ടാകും?